പശ്ചിമേഷ്യയിൽ യുദ്ധം അതിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുകയാണ്. ഇറാൻ അമേരിക്കൻ പോരാട്ടം സൗദി അറേബ്യയുടെ മണ്ണിലേക്കും വ്യാപിച്ചിരിക്കുന്നു. സൗദിയിലെ അതിപ്രധാനമായ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തി. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ കരുത്തുറ്റ നിരീക്ഷണ വിമാനമായ E-3G സെൻട്രി തകർക്കപ്പെട്ടതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ വിമാനം മിസൈൽ പ്രഹരത്തിൽ രണ്ടായി പിളർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. വിമാനത്തിന്റെ പ്രധാന ഭാഗമായ റഡാർ ഡോം ഉൾപ്പെടുന്ന പിൻഭാഗത്താണ് മാരകമായ പ്രഹരമേറ്റിരിക്കുന്നത്. ഈ വിമാനത്തിലെ അതീവ സുരക്ഷാ റഡാർ സംവിധാനങ്ങളും പൂർണ്ണമായും നശിച്ചതായാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇതവരുടെ വേവ് 84 എന്ന സൈനിക നീക്കത്തിന്റെ രണ്ടാം ഘട്ടമാണ്. കരുത്തുറ്റ ബാലിസ്റ്റിക് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളുമാണ് പ്രിൻസ് സുൽത്താൻ എയർബേസിനെ ആക്രമിക്കാനായി ഇറാൻ ഉപയോഗപ്പെടുത്തിയത്. അമേരിക്കൻ സൈന്യം തന്ത്രപ്രധാനമായ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഈ ബേസിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത്. അമേരിക്കയുടെ ദീർഘദൂര വ്യോമാക്രമണങ്ങൾക്ക് ഇന്ധനം നൽകുന്ന KC-135 റീഫ്യൂവലിംഗ് വിമാനങ്ങളും ആക്രമണത്തിൽ തകർന്നതായി ഇറാൻ അവകാശപ്പെട്ടു. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഇത്തരം വിമാനങ്ങൾ തകരുന്നത് അമേരിക്കൻ വ്യോമസേനയുടെ പശ്ചിമേഷ്യയിലെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിക്കുന്ന സ്വതന്ത്ര നിരീക്ഷകർ ഈ ആക്രമണത്തെ ഭാഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. മാർച്ച് 27-ന് എയർബേസിൽ വലിയൊരു തീപിടുത്തമോ സ്ഫോടനമോ നടന്നതായി സാറ്റലൈറ്റ് ഡേറ്റകൾ വ്യക്തമാക്കുന്നുണ്ട്. വിമാനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഭാഗത്താണ് ആഘാതമുണ്ടായതെന്ന് വ്യക്തമാണെങ്കിലും ഇറാൻ അവകാശപ്പെടുന്നതുപോലെ വിമാനങ്ങൾ പൂർണ്ണമായും ചാരമായോ എന്ന കാര്യത്തിൽ അമേരിക്കൻ സൈന്യം ഇതുവരെ മൗനം വെടിഞ്ഞിട്ടില്ല. ബാലിസ്റ്റിക് മിസൈലുകൾ പതിക്കുമ്പോൾ ഉണ്ടാകാറുള്ള വലിയ ഗർത്തങ്ങളോ ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങളോ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ അത്ര വ്യക്തമല്ലാത്തത് ചില തർക്കങ്ങൾക്ക് ഇട നൽകുന്നുണ്ടെങ്കിലും അമേരിക്കൻ നിരീക്ഷണ വിമാനം തകർന്ന ദൃശ്യങ്ങൾ വലിയൊരു തിരിച്ചടിയുടെ തെളിവായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സൗദി അറേബ്യയുടെ ആകാശത്ത് ഇപ്പോൾ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പോരാട്ടമാണ് നടക്കുന്നത്. റിയാദ് നഗരം ലക്ഷ്യമാക്കി വന്ന നിരവധി ഇറാനിയൻ ഡ്രോണുകളെ സൗദി പ്രതിരോധ സേന വെടിവെച്ചിട്ടു. വെള്ളിയാഴ്ച മാത്രം കുറഞ്ഞത് 5ഓളം ഡ്രോണുകളാണ് റിയാദിന് സമീപം തകർക്കപ്പെട്ടത്. കൂടാതെ 6 ബാലിസ്റ്റിക് മിസൈലുകൾ കൂടി റിയാദ് ലക്ഷ്യമാക്കി ഇറാൻ വിക്ഷേപിച്ചിരുന്നു. ഇതിൽ 2 ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിഞ്ഞെങ്കിലും 4 കടലിലും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലും പതിച്ചു. നിലവിൽ ആൾനാശം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇറാൻ തൊടുത്തുവിടുന്ന ഓരോ മിസൈലും സൗദി അറേബ്യയുടെ സുരക്ഷാ കവചങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇറാനുമായി സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും താൻ അതിലൊട്ടും തൃപ്തനല്ലെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ നാവികസേനയെയും വ്യോമസേനയും അമേരിക്കൻ സൈന്യം പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ 82% നശിപ്പിച്ചതായും ഇറാൻ ഇപ്പോൾ സൈനികപരമായി തകർന്ന നിലയിലാണെന്നും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇറാന്റെ പുതിയ നേതൃത്വവുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനാണ് ട്രംപിന്റെ നീക്കം. അമേരിക്കൻ സൈന്യത്തിന് ആരെയും എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാക്കാൻ കഴിയുമെന്നും ട്രംപ് പറയുന്നുണ്ട്. ഈ യുദ്ധത്തിൽ കുവൈറ്റ് സൈന്യത്തിന് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ചും ട്രംപ് പരാമർശിക്കുകയുണ്ടായി. ഇറാന്റെ വിമാനങ്ങളാണ് തെറ്റിദ്ധരിച്ച് കുവൈറ്റ് സൈന്യം 3 അമേരിക്കൻ വിമാനങ്ങൾക്ക് നേരെ മിസൈൽ തൊടുത്തു. അമേരിക്ക നൽകിയ പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം. ഭാഗ്യവശാൽ 3 അമേരിക്കൻ പൈലറ്റുമാരും വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഫ്രണ്ട്ലി ഫെയർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സംഭവം പശ്ചിമേഷ്യയിലെ സൈനികർ എത്രത്തോളം സമ്മർദ്ദത്തിലാണ് എന്നതിന്റെ തെളിവാണ്. സൗദി അറേബ്യയും UAEയും ഖത്തറും തങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും ഖത്തറിന് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായതായും ട്രംപ് വെളിപ്പെടുത്തി. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇറാന്റെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കാൻ കടുത്ത നടപടികൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യ നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവരുടെ സുപ്രധാന മേഖലകൾക്ക് നേരെ ആക്രമണം തുടരുന്നത് അവരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത നീക്കങ്ങൾ ഇറാനെ ശ്വാസം മുട്ടിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് സൗദി അറേബ്യയെ പോലുള്ള അയൽ രാജ്യങ്ങളാണ്. ഇറാൻ ഇപ്പോൾ വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണോ അതോ ഇതൊരു തന്ത്രപരമായ പിന്മാറ്റമാണോ എന്ന് വ്യക്തമല്ല. അണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചതായും താൻ അയച്ച സമ്മാനം അവർ സ്വീകരിച്ചതായും ട്രംപ് പറയുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ മിസൈൽ ആക്രമണങ്ങൾ കുറഞ്ഞിട്ടില്ല. തങ്ങളുടെ കൈവശമുള്ള അവസാന മിസൈൽ വരെ വിക്ഷേപിക്കാനാണ് ഇറാന്റെ നീക്കമെങ്കിൽ അത് മേഖലയെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കും. $10 കോടി വിലമതിക്കുന്ന പവർ പ്ലാന്റുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കാൻ തനിക്ക് നിമിഷങ്ങൾ മതിയെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക നീക്കങ്ങൾക്കാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്കയുടെ അത്യാധുനിക ആയുധങ്ങളും ഇറാന്റെ മിസൈൽ കരുത്തും തമ്മിലുള്ള ഈ പോരാട്ടം റിയാദിന്റെയും ടെഹ്റാന്റെയും ആകാശത്ത് ഭീതി പടർത്തുകയാണ്. പ്രിൻസ് സുൽത്താൻ എയർബേസിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. യുദ്ധം അവസാനിക്കണമെന്നാണ് ലോകം ആഗ്രഹിക്കുന്നതെങ്കിലും ട്രംപിന്റെയും ഇറാന്റെയും പുതിയ നേതൃത്വത്തിന്റെയും നിലപാടുകൾ സമാധാനത്തിലേക്കാണോ അതോ കൂടുതൽ നാശത്തിലേക്കാണോ നീങ്ങുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.